ഡോക്ടറെ, ഈ ലേസർ ഹെയർ റിഡക്ഷൻ പെയിൻഫുൾ ആണോ? നമ്മുടെ ഒ പിയിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ലേസർ ഹെയർ റിഡക്ഷൻ പെയിൻഫുൾ ആണോ? ഇത് വേദനയുള്ള ആണെന്നും പറഞ്ഞിട്ട് ഓരോ ദിവസം മാറ്റി മാറ്റി പ്രൊസീജിയർ വെക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലെ. ഈ ലേസർ ഹെയർ റിഡക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ ഹെയർ റിമൂവൽ ടെക്നിക്സുകളൊക്കെ നമ്മുടെ വന്നിട്ട് കുറേ നാളുകളായി. അപ്പം ഒരു 10 വർഷം മുമ്പുള്ള ടെക്നോളജി അല്ല ഇപ്പോഴത്തെ ടെക്നോളജി. ഒരു 10 വർഷം മുമ്പ് പല ടൈപ്പ് ഓഫ് ടെക്നോളജീസ് ഉണ്ടായിരുന്നു. അതിലൊക്കെ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് IPL ലേസേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നത്. ഈ IPL ലേസർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്രൊസീജിയറിനെക്കാട്ടിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കായിരുന്നു. പക്ഷേ റിസൾട്ട് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരുന്നു. അതിനുശേഷം റീസെൻ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഡയോഡ് ലേസേഴ്സ് വന്നത്. ഈ ഡയോഡ് ലേസേഴ്സ് ആക്ച്വലി ഇറ്റ് ഹാസ് ഗിവൺ എ വണ്ടർഫുൾ റിസൾട്ട്സ് ഇൻ ലേസർ ഹെയർ റിഡക്ഷൻ ഇൻഡസ്ട്രി. അതായത് ഈ ഡയോഡ് ലേസേഴ്സിൻ്റെ കൂടെ തന്നെ ഒരു ടിപ്പിനകത്ത് വളരെ കൂളിംഗ് ടെക്നോളജി ഉണ്ട്. അതായത് നമുക്ക് ഈ ലേസറിൻ്റെ ചൂടോ ബുദ്ധിമുട്ടോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം 100% കംഫർട്ടബിൾ ആയിട്ടും വളരെയധികം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുമുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഡയോഡ് ലേസർ ഹെയർ റിഡക്ഷൻ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇനി നിങ്ങൾക്ക് ഈ മുഖത്തേക്ക് അൺവാണ്ടഡ് ഹെയർസ് ഉണ്ടെങ്കിൽ അത് നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട. ഡു ഇറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്.